വടക്കൻ പറവൂരിൽ ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ചു എന്നൊരു പരാതി. പട്ടണം സ്വദേശിനി കാവ്യമോളാണ് മരിച്ചത്. കഴിഞ്ഞ 24-ാം തീയതി വടക്കൻ പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ വെച്ചായിരുന്നു കാവ്യ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവത്തിനു പിന്നാലെയുണ്ടായ അമിത രക്തസ്രാവത്തെ തുടർന്ന് നില ആരോഗ്യ വഷളാവുന്ന ഒരു സാഹചര്യമെത്തി. അങ്ങനെ ആരോഗ്യനില വഷളായി അതിനുശേഷം ചികിത്സയിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ചികിത്സയിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. മരിച്ച കാവ്യമോളുടെ ബന്ധുക്കൾക്കൊപ്പം ഷബാസ് അഹമ്മദ് ഉണ്ട്. ഷബാസ്, എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് അവരോട് ചോദിക്കൂ. അരുൺകുമാർ, ഡോൺ ബോസ്കോ ആശുപത്രിയിലെ ഈ പ്രസവ ചികിത്സയിലെ പിഴവ് മൂലമാണ് ഈ കാവ്യമോളുടെ മരണത്തിന് കാരണമായത് എന്നതാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ കാവ്യമോളുടെ അച്ഛൻ്റെ അനിയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 24-ാം തീയതി ഉച്ചയ്ക്കായിരുന്നു ഈ പ്രസവം നടന്നതല്ലേ? അതെ, 24-ാം തീയതി ഉച്ചയ്ക്ക് 12:52 കാവ്യ പ്രസവിച്ചത്. നോർമൽ ഡെലിവറി ആയിരുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നു? അതിനെ തുടർന്നൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലീഡിങ്, അരമണിക്കൂറല്ല 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലീഡിങ് ആണെന്ന് നമ്മൾ അറിയിക്കുകയുണ്ടായി. ബ്ലീഡിങ് നിലയ്ക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത്യാവശ്യം മരുന്നുകൾ ചികിത്സകൾ ചെയ്തെന്നാണ് പറയുന്നത്. വീണ്ടും ഒരു അരമണിക്കൂറിൽ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളോട് പറയുകയും ഞങ്ങളത് ഒപ്പിട്ട് അതിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒപ്പിട്ട് കൊടുത്ത് അവരത് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യക്കുള്ള ട്യൂബ് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്നാണ് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞത്. അതോടുകൂടി കാവ്യ ആകെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പിന്നെ ബ്ലഡ് ആവശ്യപ്പെടുകയും ബ്ലഡിന് വേണ്ടി ഞങ്ങൾ അവിടെ ആശുപത്രിയിൽ അത് ലഭ്യമല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ആലുവ ബ്ലഡ് ബാങ്കിൽ നിന്നും ചാലാക്ക മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കിൽ നിന്നും ബ്ലഡ് എടുക്കാനായിട്ട് പോയി. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം താമസം വന്നു. ബ്ലഡ് കൊണ്ടുവന്ന് ബ്ലഡ് കയറ്റുന്നതിനിടയിൽ BP വേരിയേഷൻ ഉണ്ടായി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ നിന്ന് തൽക്കാലം ഷിഫ്റ്റ് ചെയ്യാവുന്ന പൊസിഷനല്ല എന്നുള്ളത് അതൊക്കെ പറയുകയും ചെയ്തു. ഈ ഗുരുതരാവസ്ഥയിൽ എത്തിയപ്പോൾ ആശുപത്രി മാറ്റണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഗുരുതരാവസ്ഥയിൽ എത്തിയപ്പോൾ ഞങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ നിരീക്ഷണത്തിലാണ്. അന്നേരം ഏകദേശം കൺട്രോൾ ആയിട്ടുണ്ട്, നിരീക്ഷണത്തിലാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഞങ്ങൾ 2 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇത് തന്നെ മറുപടിയായിരുന്നു. കുറേ കഴിഞ്ഞാണ് അവർ പെട്ടെന്ന് ആശ്രമ മെഡിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സൗകര്യങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് അവർ നമ്മളോട് വന്ന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആശ്രമത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാം എന്നുള്ള രീതി പറയുന്നത്. അത്രയ്ക്ക് സീരിയസ് ആയ ഒരു അവസ്ഥയിലാണ്. അപ്പോഴും ഈ കുട്ടിക്ക് ഇത്രത്തോളം ഗുരുതരാവസ്ഥയാണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. എത്ര മണിയോടെയാണ് ആശ്രമത്തിലേക്ക് മാറ്റാമെന്ന് അവർ പറഞ്ഞത്? ഏകദേശം ഒരു 6-7 മണിയോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അവിടെ നിന്ന് ICU വെന്റിലേഷൻ സൗകര്യമുള്ള ഡോക്ടർ സഹിതം ഉള്ള ആംബുലൻസ് തന്നെ വേണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഏതെങ്കിലും ആംബുലൻസ് പിടിച്ച് പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുപോകാമെന്നുള്ളൊരു പറഞ്ഞപ്പോൾ അത് ഇത്തരം സൗകര്യങ്ങളുള്ള ആംബുലൻസ് വന്നാലേ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി അവർ പരിശ്രമിച്ചിട്ട് 7 മണിക്ക് പറഞ്ഞിട്ട് 6 മണിക്ക് പറഞ്ഞിട്ട് 7 മണി വരെ ആയിട്ടും ആംബുലൻസ് കണ്ടില്ല. അപ്പോൾ ഞാൻ ചെന്ന് 1 മണിക്കൂർ കൊണ്ട് എത്താതെ ചോദിച്ചാൽ പറഞ്ഞു അവിടുന്ന് ഡോക്ടർ ഉണ്ടായിരുന്നില്ല, ഡോക്ടർ ഇപ്പോഴാണ് വന്നത്, ഡോക്ടർ ആയിട്ട് ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ആംബുലൻസ് ഇവിടെ വരുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് ഇവിടുന്ന് ആംബുലൻസ് വന്ന് ഏകദേശം 9:30 ആയപ്പോഴേക്കും ഇവിടുന്ന് കുട്ടിയെ ആംബുലൻസ് കയറ്റി 10 മണിക്ക് അവിടെ ചെല്ലുന്നത്. ആ 3-4 മണിക്കൂർ കൊണ്ട് കുട്ടിയുടെ അവസ്ഥ ആകെ വഷളായിട്ടുണ്ടായിരുന്നു. ഈ ആസ്റ്ററിൽ എത്തിയപ്പോൾ അവരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവസ്ഥ എന്താണെന്ന് പറഞ്ഞു? വളരെ ഗുരുതരാവസ്ഥയെന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ അതായത് ഇവർ ചെന്ന ഉടനെ തന്നെ ബ്ലഡ് ബോഡിയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് കയറ്റണമെന്ന് പറഞ്ഞു. അവിടുന്ന് അവരുടെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ആവശ്യത്തിനുള്ള ബ്ലഡ് അവർ കയറ്റിക്കൊണ്ടിരുന്നത്. ഈ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴും കുട്ടിയുടെ ശരീരത്തിൽ ബ്ലഡ് ശേഷിക്കുന്നില്ല, കൗണ്ട് ഉയരുന്നില്ല. മുൻപ് കാവ്യമോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു? യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല കാവ്യയ്ക്ക്. അത് അവളുടെ ഈ ഗർഭാവസ്ഥ ഈ പീരീഡിൽ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ഒരു അസുഖവും ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അതാണ് അരുൺകുമാർ, മുൻപ് എപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രസവത്തിന് കയറ്റുന്നതിന് തൊട്ട് മുൻപ് വരെയും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു മരണത്തിന് ഇടയാക്കിയതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അരുൺകുമാർ, തീർച്ചയായിട്ടും അതിൽ അന്വേഷണം വേണം. ഈ കാവ്യമോളുടെ മരണത്തിൽ കുടുംബത്തിന് പരാതിയുണ്ട്, സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർച്ചയായിട്ടും ദൂരീകരിക്കപ്പെടുക തന്നെ വേണം. നഷ്ടപ്പെട്ടതൊരു ജീവനല്ലേ.